അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ആശങ്കയിൽ തിരുവനന്തപുരം 2 പേർക്കാണ് രോഗം സംശയിക്കുന്നത്. ഒരാളുടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവായി. ഇതിൽ ഇന്ന് സ്ഥിരീകരണം ഉണ്ടാകും. രോഗലക്ഷണങ്ങളുള്ള നെയ്യാറ്റിൻകര സ്വദേശി 23-ന് മെഡിക്കൽ കോളേജിൽ മരിച്ചിരുന്നു. ഈ യുവാവിനൊപ്പം വെൺപകലിലെ കുളത്തിൽ കുളിച്ചവർക്കാണ് ലക്ഷണങ്ങളുള്ളത്. പ്രജിത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രജിത്ത്, തിരുവനന്തപുരത്തും അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന സംശയം ഉണ്ട്. എന്തായാലും ഈ സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കുമെന്നാണ് വിവരങ്ങൾ പറയുന്നത്. ആരോഗ്യവകുപ്പ് എന്താണ് പറയുന്നത്? നിലവിൽ ചികിത്സയിലുള്ളതിൽ ഒരാളുടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ആരോഗ്യവകുപ്പ് നൽകിയ വിവരം. എന്നാൽ ഇതൊരു ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അതിൻ്റെ പൂർണ്ണമായ പരിശോധനാ ഫലം ഇന്ന് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ പറയുന്ന കല്ലറ എന്ന് പറയുന്ന സ്ഥലത്തെയുള്ള കുളത്തിലാണ്. ഈ കുളത്തിൽ കുളിച്ചവർക്കാണ് ഇത്തരത്തിൽ രോഗബാധ ഉണ്ടായത് എന്നുള്ളതാണ് സംശയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രദേശത്തെ 60ഓളം ആളുകൾ ഈ കുളത്തിൽ നിരന്തരം കുളിക്കുകയും മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു കുളമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ ഈ കുളത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ നമുക്കറിയാം, മൊത്തത്തിൽ പായൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത്തരം കുളങ്ങളിലൊക്കെ അമീബയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നേരത്തെയുള്ള പഠന റിപ്പോർട്ടുകളിൽ തന്നെ വ്യക്തമായിട്ടുള്ള. എന്തായാലും ഇവിടെ നമ്മളൊപ്പം ഈ നേരത്തെ 23-ാം തീയതി മരിച്ച ആ യുവാവിൻ്റെ ബന്ധുക്കളുണ്ട്. അവർക്ക് ചില പരാതികളുമുണ്ട്. ഈ വിഷയം ഡോക്ടർമാരും ആശുപത്രിയുമൊക്കെ മെഡിക്കൽ കോളേജുമൊക്കെ ഹാൻഡിൽ ചെയ്ത രീതിയോട് അവർക്ക് ചില പരാതികളുമുണ്ട്. അവരുടെ വാക്കുകൾ കേൾക്കാം. ഇത് 23-ാം തീയതി മരിച്ച യുവാവിൻ്റെ സഹോദരിയാണ്. ഈ ആദ്യം ഈ അഖില ഇങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള പ്രാദേശികമായ ആശുപത്രിയിൽ നിന്ന് എന്തരത്തിലുള്ള റെസ്പോണ്ടാണ്? സാറേ, ആദ്യം ഞങ്ങൾ കൊണ്ടുപോയത് ഇവിടെ വെൺപകൽ എന്ന് പറഞ്ഞ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ്. ഈ ലക്ഷണങ്ങളോടുകൂടി അവിടെയാണ് ചെല്ലുന്നത്. അപ്പോഴാ ഡോക്ടർ പനിയുടെയോ തലവേദനയുടെ ഗുളിക മാത്രമേ കൊടുത്ത് വിട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീണ്ടും തലവേദന വന്നപ്പം നെയ്യാറ്റിൻകര ഇതിൻ്റെ തന്നെ ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, അവിടെയും കൊണ്ടുപോയി. അവിടെയും ചെന്നപ്പോൾ ഇവർ ഇതേ രോഗലക്ഷണങ്ങൾ പറഞ്ഞിട്ടും അവർ ഇതുപോലെ പാരസെറ്റമോൾ തലവേദനയുടെ ഗുളിക കൊടുത്ത് ഈ വ്യക്തിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. എൻ്റെ സഹോദരൻ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വീണ്ടും തലവേദനയും ഛർദ്ദലും ഓക്കാനും വന്നപ്പോഴാണ് ഇതിൻ്റെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ KV എന്ന് പറഞ്ഞ പ്രൈവറ്റ് ആശുപത്രി ഇവർ ചെല്ലുകയും അത് രാത്രിയാണ് പോകുന്നത്. പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് ഈ അസുഖ കാര്യങ്ങൾ പറഞ്ഞപ്പം സംശയം കൊണ്ട് CT സ്കാൻ ചെയ്യാൻ പറഞ്ഞ് അവർക്ക് റിപ്പോർട്ട് കൊടുത്തു. CT സ്കാൻ ചെയ്യാൻ വേണ്ടി ഇവർ നെയ്യാറ്റിൻകര പിറ്റേ ദിവസം, സാർ ചിന്തിക്കേണ്ട കാര്യം, ഓരോ ദിവസവും രോഗത്തിൻ്റെ അവസ്ഥ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുവാണ്. അവിടെ ചെന്ന് CT സ്കാൻ ചെയ്ത് ഈ KV എന്ന് പറഞ്ഞ പ്രൈവറ്റ് ആശുപത്രി കൊണ്ട് ചെന്നപ്പം ആ ഡോക്ടറാണ് പറയുന്നത് ഇതിനകത്ത് അണുക്കളുണ്ട്, ബാക്ടീരിയ ഉണ്ട്. അപ്പം ഇതിനു മുമ്പ് ഈ കൊച്ചിനൊരു ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ആ ഡോക്ടർ പറഞ്ഞു ഇവരെ നേരെ കോലഞ്ചേരിക്ക് തന്നെ കൊണ്ടുപോയിക്കൊള്ളുക. കോലഞ്ചേരി ചെന്ന് അതിൻ്റെ സർജറിയുടെ ഭാഗമാണോ, കാരണം കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടോ, അതിൻ്റെ എന്തെങ്കിലും ഭാഗമാണോ എന്നറിയാൻ കോലഞ്ചേരിക്ക് ആ ഡോക്ടർ കൊടുത്തു അറിയിച്ചു. അപ്പോൾ കോലഞ്ചേരി ആശുപത്രിയിൽ ഞാൻ അവിടെ ചെന്നു. ഞാൻ മൂന്നാറിൽ നിന്നാണ് വന്നത്. അവിടെ വന്ന് ഇവർ 5:30 ആയപ്പോൾ, അതായത് ശനിയാഴ്ച നിങ്ങൾക്ക് ഈ അസുഖമാണെന്ന് ഏകദേശം ഒരു ബോധ്യം വരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു അണുബാധയുടെയൊക്കെ ലക്ഷണങ്ങൾ പറയുന്നു. അതിനുശേഷം നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ചിട്ട് ഡോക്ടർമാർ എന്താ പറഞ്ഞത്? മെഡിക്കൽ കോളേജിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ കൊച്ച് ക്രിട്ടിക്കൽ സ്റ്റേജായി. അപ്പം ഒരു MRI ചെയ്യണമെങ്കിലും അതിന് ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുത്ത് വേണം ഈ MRI ചെയ്യാൻ. അതിനുള്ള ഒരു എന്താ പറയുക, ശാരീരികമായിട്ട് ഈ കൊച്ചിന് അതിനുള്ള ഇതില്ല. കാരണം അതുപോലെ ക്രിട്ടിക്കൽ സ്റ്റേജായി. മെഡിക്കൽ കോളേജിൽ കൊണ്ട് കയറ്റിയപ്പോൾ തന്നെ ഈ കൊച്ചിന് പൾസ് ഇല്ലായിരുന്നു. അവർ നേരെ വെന്റിലേറ്ററിലും ICUലൊക്കെയാണ് മാറ്റിയേക്കുന്നത്. അപ്പോൾ കൂടെ ഉള്ളവർക്ക് കറക്റ്റ് ഈ രോഗവിവരം ഞാൻ അവിടെ നിന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ഡോക്ടറെ നേരിട്ട് കണ്ട് ചോദിച്ചു, ഡോക്ടർ ഇതെന്താണ് ചികിത്സ? അത് ഇതായത് അമീബ എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞൊരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് റിപ്പോർട്ട് ഞങ്ങളുടെ കിട്ടാത്തത് ഈ പുള്ളിയെ MRI സ്കാൻ ചെയ്യണം, ബാക്കിയുള്ള നട്ടലിൽ നിന്നുള്ള ഇത് അങ്ങനെ സാമ്പിളൊക്കെ എടുത്തു കൊടുത്തു. പക്ഷേ എന്നാലും ഇനിയുള്ള മുന്നോട്ടുള്ള ഈ ഓരോ റിസൾട്ടിന് വേണ്ടി ഈ പുള്ളി അവരുടെ ശരീരം ആയിട്ട് ഇതിനോട് പ്രതികരിച്ചാലേ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്ന പക്ഷെ അതേ ചികിത്സ തന്നെ കൊടുത്തു. അതാണ് റിപ്പോർട്ട് ഒന്നും ഞങ്ങളുടെ തന്നിട്ടില്ല, അതേ ചികിത്സയാണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം ആരോഗ്യവകുപ്പിന്റെ അധികൃതർ ആരെങ്കിലും ഇവിടെ എത്തുകയോ അവരുടെ അടുത്ത നടപടികളോ സമീപനങ്ങളോ എങ്ങനെയാണ്? ഇവിടെ ആരോഗ്യവകുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. വകുപ്പിന്റെ DMA എന്ന് പറയുന്ന സാറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കുറേ ആൾക്കാർ വന്നു. ഈ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ കൊച്ചു മരിച്ച ഇതുകൊണ്ട് നമ്മൾ ഇത് എവിടെയൊന്നും എന്താണെന്ന് ചിന്തിച്ചില്ല. പക്ഷെ DMA വന്ന് ഈ കുളത്തിന്റെ സാമ്പിൾ എടുത്തോണ്ട് പോയി. പക്ഷെ പുള്ളിക്കാരൻ അപ്പോഴും പറഞ്ഞു ഈ കുളം തുറന്നു വിടണം, ഈ കുളം ഇങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ എതിർത്തു. ഞങ്ങൾ എല്ലാവരും
ഒറ്റക്കെട്ടായിട്ട് എതിർത്തു. എന്തുകൊണ്ട് നിങ്ങൾ ഇത് തുറന്നു വിടുന്നു? അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ കിടക്കുന്ന പാടില്ല, ഇത് കിടക്കുന്ന കണ്ടില്ലേ എന്നൊക്കെയുള്ള ന്യായീകരണം. അപ്പം ഞാൻ ചോദിച്ചു, ഇതിനു മുമ്പ് ഇങ്ങനെയാണ്, നമുക്ക് റിപ്പോർട്ട് വന്നിട്ടില്ല, വെള്ളത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. എന്നിട്ട് ഇവർ പറഞ്ഞു ഈ രോഗമല്ല, അതുകൊണ്ട് ഈ വെള്ളം തുറന്നു വിടണം. പക്ഷേ ഈ വെള്ളം വേറെ ഏതോ കുളത്തിൽ ചെന്ന് അവിടെ നിന്ന് ശുദ്ധീകരിച്ച് എല്ലാ വീടുകളിലേക്കും പൈപ്പ് വഴി പോകുന്നുണ്ട്. ഞങ്ങളുടെ ഒരാൾക്കാരുടെ, ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ എതിർപ്പ് കാരണം ഈ കുളം തുറന്നു വിട്ടില്ല. ഫയർഫോഴ്സുകാർ വന്നു, എവിടെ നിന്നൊക്കെയോ ഉള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നു. ഇതാ സാറേ, അതാണ് ഹെൽത്ത് സെന്റർ. പറയുന്നത് ഈ ഇതിനകത്ത് ഈ രോഗം പരത്തുന്ന അമീബ എന്ന് പറയുന്ന രോഗകാരിയായ ബാക്ടീരിയ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് തരാതെ ഈ രോഗം ഇവിടെ നിന്നാണ് പകർന്നത് എന്നുള്ളൊരു ഉറപ്പ് തരാം അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തത നൽകുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിനൊപ്പം തന്നെ ഇവിടെ അടുത്ത് അങ്കണവാടിയും ഹെൽത്ത് സെന്ററും ഒക്കെ പ്രവർത്തിക്കുന്നു. ഇവിടെ നിന്നുള്ള വെള്ളം പലയിടത്തും ഉപയോഗിക്കപ്പെടുന്നു. ആ സാഹചര്യത്തിൽ ഒരു വ്യക്തതയെ നൽകാതെ എന്താ ഒരു തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, അതിന്റെ വീഡിയോ മറ്റു കാര്യങ്ങളും തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. പുള്ളി ഞാൻ ചോദിച്ചു പ്രസിഡന്റിന്റെ അടുത്ത്, പുള്ളി കുളം തുറന്നു വിടണം എന്നുള്ള നിലപാടിലാണ് വന്നത്. ഞങ്ങൾ എതിർത്തപ്പോഴും അവർ പറയുന്നത് ഇത് ഇപ്പൊ തുറന്നു വിട്ടാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം, ഇത് തെളിവ് നശിപ്പിക്കാന്നുള്ള രീതി. ഞങ്ങൾ പറഞ്ഞു ഇത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും റിപ്പോർട്ട് വരട്ടെ. ഈ മാലിന്യമായി കിടക്കുന്ന കുളത്തിന് ഇന്ന് വരെ തീരുമാനം എടുക്കാത്ത ആൾക്കാർ ഇപ്പൊ ഈ വിഷയം വന്നപ്പോൾ ഇത് തുറന്നു വിടണം എന്ന് പറയുന്നതിൽ എന്താണ് സാർ കാര്യമുള്ളത്? അതിനകത്ത് കഥകളില്ലേ? എൻ്റെ മകൻ ചികിത്സയിലോട്ട്, എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മകൻ ICUലായിരുന്നു. പെട്ടെന്ന് അവരെ വാർഡിലേക്ക് ആക്കിയിരിക്കുകയാണ്. എന്താ വാർഡിലേക്ക് മാറ്റാൻ കാരണം ഞങ്ങൾക്ക് അറിയുന്നില്ല, ഞങ്ങളോട് പറയുന്നില്ല. 28 ദിവസം ICUല് ഈ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ 3 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് വഴി കെട്ടിവെച്ച് ആ മരുന്ന് വന്ന് അതിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം അതിന് ആരോഗ്യസ്ഥിതികൾ ചിലപ്പോൾ ഇത്തിരി മോശപ്പെടും, അതുകൊണ്ട് ICUയിൽ തന്നെ തുടരണമെന്ന് പറയുകയും അതിനുശേഷം ഇന്ന് രാവിലെ 7 മണിയായപ്പോൾ ICU വാർഡിലേക്ക് മാറ്റിയ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. നിരവധി ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് പറയുന്നത്, നിലവിൽ ചികിത്സയിലുള്ള ഒരാളെ പെട്ടെന്ന് ICUയിൽ 28 ദിവസം തുടരേണ്ട ഒരാളെ 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വാർഡിലേക്ക് മാറ്റി. അതിന്റെ കാരണം എന്താ എന്നുള്ളത് ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ കുളത്തിൽ നിന്നാണ് കാരണം അവർ പറയുന്നതിനൊരു കാരണം 10-70 പേരോളം ഈ പ്രദേശത്തുള്ളവർ ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ രോഗം വന്നതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നൽകുകയും അതിനുള്ള മറ്റാളുകൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയും മറ്റും പരിശോധിക്കുകയും വ്യക്തമായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് പകരം കുളം തുറന്നു വിട്ട് ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുക്കി വിട്ട് ഇവിടുത്തെ ഒരു തെളിവ് നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതായത് അതിനുള്ളൊരു ശ്രമമാണ് ആരോഗ്യവകുപ്പിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന രീതിയിലുള്ള ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ കുളത്തിന് താഴെയുള്ള മറ്റൊരു കുളത്തിലേക്ക് വെള്ളം ഒഴുകി ചെല്ലുന്നുണ്ട്. അവിടെ നിന്നും അത് ശുചീകരിച്ച് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രജിത്ത്, ഈ കുളത്തിൽ നിന്ന് സ്കൂളിലേക്ക് വരെ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ നമ്മളോട് പ്രതികരിച്ചത്. അപ്പോൾ മനഃപൂർവ്വമായിട്ട് തന്നെ രോഗം വീണ്ടും വീണ്ടും പടരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയല്ലേ ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്? നമുക്കത് കൃത്യമായി ഇതിൻ്റെ ഒരു അപ്പുറത്ത് മറ്റൊരു തൊട്ടടുത്തായിട്ടൊരു അങ്കണവാടിയും ഒരു ഹെൽത്ത് സെൻ്ററും ഉണ്ട്. അവിടേക്ക് ഈ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അതിലൊക്കെ ആരോഗ്യവകുപ്പ് വ്യക്തത നൽകേണ്ടിയിരിക്കുന്നു. കാരണം ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഒരു പകർച്ച രീതി എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ രോഗം പടരുന്നതിന് ഏതെങ്കിലും രീതിയിൽ ഇത് കാരണമാകും എന്നുള്ളതിലൊക്കെ ആരോഗ്യവകുപ്പാണ് വ്യക്തത നൽകേണ്ടത്. എന്തായാലും അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഈ നാട്ടുകാരെയും കൂടെ വിശ്വാസത്തിനെടുത്തുള്ള നടപടികൾ വേണമെന്നുള്ളതാണ് ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത്. കാരണം അത്രയധികം ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ പ്രദേശത്ത്. ഈ രോഗവുമായി ബന്ധപ്പെട്ട് 23-ന് ആദ്യത്തെ യുവാവ് മരിക്കുന്നു. പിന്നീട് തുടർച്ചയായി ഈ പ്രദേശത്തെ 4 യുവാക്കൾ വീണ്ടും ചികിത്സയിലാക്കുന്ന ഒരു സാഹചര്യം. കൂടുതൽ ആളുകൾക്ക് ഈ രോഗം വരാനുള്ള ഒരു സാധ്യത നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. കാരണം അത്രയധികം ആളുകൾ ഇവിടം ഉപയോഗിക്കുന്നുണ്ട്, ഈ കുളം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ നാട്ടിൻ പ്രദേശത്തെ ഒരു ആളുകൾ ഒത്തുകൂടുന്നൊക്കെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ കുളവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഈ കുളം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ. അങ്ങനെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ആശങ്കകൾ നിലനിൽക്കുന്നത്. പക്ഷേ ഈ ആശങ്കകൾ പരിഹരിക്കാതെ, മറ്റുള്ളവർക്ക് രോഗം വരാനുള്ള സാധ്യതകളൊന്നും പരിഗണിക്കാതെ കുളം തുറന്നുവിട്ട് അവരുടേതായ വാക്കുകളിൽ തെളിവ് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. അപ്പോൾ എന്തായാലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ ഇടപെടലുകളും ഇവരുടെ ആശങ്ക അകറ്റാനുള്ള ഇടപെടലുകളും നാട്ടുകാരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഇടപെടലും ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകണം. പ്രത്യേകിച്ചും ഈ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഈ രോഗം പോസിറ്റീവായ സാഹചര്യത്തിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അഖിലുമായി ബന്ധപ്പെട്ട് ഈ രോഗം സ്ഥിരീകരിച്ചതായിട്ടുള്ള ഒരു വിവരം നമുക്ക് ഇല്ലായിരുന്നു. പക്ഷേ ബന്ധുക്കൾ പറയുന്നത് ഈ അഖിലിന് ഈ രോഗമാണ് എന്നുള്ളത്
അവർ പറഞ്ഞിരുന്നു, ആശുപത്രി ഡോക്ടർമാർ പറഞ്ഞിരുന്നു, അതിന് ചികിത്സ നൽകിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അഖിലിന് ഈ രോഗം സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും ആരോഗ്യവകുപ്പ് നൽകിയിട്ടിരിക്കുന്നു. ശരി പ്രജിത്ത്, എന്തായാലും തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്കജ്വരം എന്ന സംശയം ഉണ്ടായിട്ട് പോലും ആരോഗ്യവകുപ്പ് കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന പരാതി തന്നെയാണ് വെൺപകൽ നിവാസികൾക്ക് ഉള്ളത്. വെൺപകൽ കുളത്തിൽ കുളിച്ചവർക്കാണ് ഈ രോഗലക്ഷണമുള്ളവർ. ഒപ്പം ഇന്ന് ഒരാളുടെ സാമ്പിൾ പരിശോധന പോസിറ്റീവാണ്, മറ്റൊരാളുടെ സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു അനാസ്ഥ തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.